വെൽക്കം ടു സ്റ്റുഡ്രൻ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് +2 ഫിസിക്സിന്റെ ഫോക്കസ് പോയിന്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമ്മൾ ആദ്യത്തെ 3 ചാപ്റ്ററിന്റെ ഫോക്കസ് പോയിന്റ് ക്വസ്റ്റ്യൻസ് വീഡിയോ നമ്മൾ അപ്ലോഡഡ് ആണ്. കാണാത്തവർ ആ വീഡിയോസ് ഒക്കെ ഒന്ന് കാണുക, എന്നിട്ട് മാത്രം ഈ വീഡിയോ കാണുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 4th ചാപ്റ്റർ, +2 ഫിസിക്സിന്റെ 4ാമത്തെ ചാപ്റ്റർ അഥവാ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ഫോക്കസ് പോയിന്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് അത് നമുക്ക് പ്രോപ്പർ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാം. ഓക്കെ, ഡിലേ ആക്കുന്നില്ല, നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം ചാപ്റ്ററിന്റെ പേര് പോലെ തന്നെ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. സോ മാഗ്നറ്റിസം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഓർമ്മയിൽ വരുന്ന എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റ് ഉണ്ട്. സോ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്? നമുക്ക് ബേസിക് കൺസെപ്റ്റ് എല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ഫോക്കസ് പോയിന്റിലോട്ട് കടക്കാം. എന്നാലേ നിങ്ങൾക്ക് അതിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ ഒന്നും അറിയാതെ ഫോക്കസ് പോയിന്റിലോട്ട് കടന്നാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. സോ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് നമുക്ക് നോക്കാം. ഒരു മാഗ്നറ്റ് എടുക്കുകയാണ്. മാഗ്നറ്റിന് 2 പോൾസ് ആണുള്ളത്, നോർത്തും സൗത്തും. സോ ഈ മാഗ്നറ്റിന്റെ ഇൻഫ്ലുവൻസ് ഉള്ള റീജിയനെയാണ് നമ്മൾ എന്ത് പറയാ? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. ഉദാഹരണം, ഞാനൊരു നെയിൽ, ഒരു ആണി എടുത്തിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ഈ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുമോ? ചിലപ്പോൾ ചെയ്തു എന്ന് വരില്ല. പക്ഷെ ഈ ഒരു പോയിന്റിൽ വെച്ച് വെച്ചാൽ ഈ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യും. സോ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ മാത്രമേ ഈ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യത്തുള്ളൂ, ഒരു സാധനത്തിന് അട്രാക്ട് ചെയ്യത്തുള്ളൂ. സോ എന്ത് നമുക്ക് ഡിഫൈൻ ചെയ്യാം? എങ്ങനെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് എ സ്പേസ് അറൌണ്ട് എ മാഗ്നറ്റ് ഇൻ വിച്ച് ഇറ്റ്സ് മാഗ്നറ്റിക് ഇൻഫ്ലുവൻസ് എക്സിസ്റ്റ്. ഈ മാഗ്നറ്റിന് ചുറ്റുമുള്ള എത്രത്തോളം സ്പേസിലാണോ ഇതിന്റെ മാഗ്നറ്റിക് ഇൻഫ്ലുവൻസ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. അതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്തിനാണ് ഉപയോഗിക്കുക? അത് ശരിക്കും റിയൽ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ലൈൻസ് ആണോ? അല്ല. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ദ ഇമാജിനറി ലൈൻസ്. അത് പൂർണ്ണമായും ഇമാജിനറി കൺസെപ്റ്റ് ആണ്. റിയൽ ആയിട്ട് അങ്ങനെ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ദീസ് ആർ ഇമാജിനറി ലൈൻസ് which are used to represent the magnetic field. മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇമാജിനറി ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയാ. സോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെറുതെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, അത് എവിടെ നിന്ന് എങ്ങോട്ടാണ്? ഒരു മാഗ്നറ്റ് എടുത്തു. സോ ഇതിന് 2 പോൾസ് ഉണ്ട്, നോർത്തും സൗത്തും. സോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? ഔട്ട് സൈഡില് നോർത്ത് ടു സൗത്ത് ആയിരിക്കും ഡയറക്ഷൻ. നോർത്തിൽ നിന്ന് സൗത്തിലോട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ. എവിടെ നിന്ന്? ഔട്ട് സൈഡ് ദ മാഗ്നറ്റ്. മാഗ്നറ്റിന്റെ പുറത്തൂടെ നോർത്ത് ടു സൗത്ത് ആയിരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ പുറത്തൂടെ എന്ന് സ്ട്രെസ് ചെയ്യുന്നത് പറഞ്ഞു വെച്ചാൽ, മാഗ്നറ്റിന്റെ അകത്തിൽ സൗത്ത് ടു നോർത്ത് ആണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു മാഗ്നറ്റിന്റെ പുറത്തൂടെ നമ്മൾ എടുക്കുമ്പോൾ അത് നോർത്ത് ടു സൗത്ത് ആണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ. ഒരു മാഗ്നറ്റിന്റെ അകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് സൗത്ത് ടു നോർത്ത് ആണ്. സോ വളരെ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ദീസ് ആർ ദ ഇമാജിനറി ലൈൻസ് which are used to represent the magnetic field. The direction of magnetic field is from north to south outside the magnet. മാഗ്നറ്റിന്റെ പുറത്തൂടെ നോർത്ത് ടു സൗത്തും അകത്തൂടെ സൗത്ത് ടു നോർത്തും ആയിരിക്കും. ക്ലിയർ അല്ലേ? സോ ഇതാണ് ഈ ചാപ്റ്ററിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഇനി നമുക്ക് ഈ ചാപ്റ്ററിലുള്ള ഫോക്കസ് പോയിന്റുകളിലോട്ട് കടക്കാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഫോക്കസ് പോയിന്റ് ആണ് മാഗ്നറ്റിക് ഫോഴ്സുകൾ. ഓക്കെ, മാഗ്നറ്റിക് ഫോഴ്സ് ആണ് നമ്മുടെ ആദ്യത്തെ ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത്. സോ മാഗ്നറ്റിക് ഫോഴ്സ് 2 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തെ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് അതാണ് നമ്മുടെ ആദ്യത്തെ ടോപ്പിക്. നിങ്ങളുടെ ഫോക്കസ് പോയിന്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ആദ്യത്തെ ടോപ്പിക് ആണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സിലെ ആദ്യത്തെ ടൈപ്പ് ആണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. വൃത്തിയായിട്ട് എന്റെ കൺസെപ്റ്റ് ബേസിൽ തന്നെ പഠിക്കാം. സോ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്യുകയാണ്. ഇതൊരു മാഗ്നറ്റിക് ഫീൽഡ് ആണ്, ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഈ മാഗ്നറ്റിക് ഫീൽഡിലോട്ട് നമ്മളൊരു ചാർജ്ഡ് പാർട്ടിക്കിൾ Q എന്ന് പറയുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ മൂവ് ചെയ്യുമ്പോൾ അതിന് എന്തുണ്ട്? വെലോസിറ്റി ഉണ്ട്. സോ V എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ഈ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, B എന്ന് പറയുന്ന എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടി പറഞ്ഞുതരാം. ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് B. സോ അതിലൂടെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ Q എന്ന് പറയുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾ V എന്ന് പറയുന്ന വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. V എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
ഈ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡും ഈ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ എന്തുണ്ടാവും? ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവും. ആ ഇന്ററാക്ഷൻ മൂലം ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ് എന്ന് പറയാം. സോ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ് ഈസ് ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ചാർജ്ഡ് പാർട്ടിക്കിൾ when it moves through an external magnetic field due to the interaction between the magnetic field of the charged particle and the external magnetic field. ഈ ചാർജ് പാർട്ടിക്കിളിന്റെ മാഗ്നറ്റിക് ഫീൽഡും എക്സ്റ്റേണൽ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ മൂലമാണ് ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഫോഴ്സ് ഉണ്ടാവുന്നത്. സോ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? F equal to Q into V cross B. F equal to Q into V cross B. ഇതാണ് മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ. F equal to Q into V cross B. F ആണ് നമ്മുടെ ഫോഴ്സ്. Q എന്ന് വെച്ചാൽ എന്താണ്? Q എന്ന് വെച്ചാൽ നമ്മുടെ ചാർജ് ആണ്. Q എന്ന് വെച്ചാൽ ചാർജ് ആണ്, യൂണിറ്റ് കൂളംബ് ആണ്. Q എന്ന് വെച്ചാൽ ഈ നമ്മൾ മൂവ് ചെയ്യുന്ന ചാർജ് ആണ് Q എന്ന് പറയുന്നത്. V എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ആണ്. ഈ മൂവിംഗ് ചാർജിന്റെ വെലോസിറ്റി ആണ് നമ്മൾ എന്ത് പറയാ? V എന്ന് പറയാ. ഏത് വെലോസിറ്റിയിലാണോ ഈ ചാർജ് ഈ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന് മൂവ് ചെയ്യുന്നത്, അതാണ് V എന്ന് പറയുന്നത്. അടുത്തത് B എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. സോ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? B എന്ന് പറയുന്നത്. സോ F equal to Q into V cross B ആണ് നമ്മുടെ ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ് മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ്. സോ ഇവിടെ ക്രോസ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ക്രോസ് പ്രൊഡക്റ്റിനെ എങ്ങനെ വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം? സൈനിന്റെ ഫോർമാറ്റിലൂടെ റെപ്രസെന്റ് ചെയ്യാം. സോ F equal to QVB സൈൻ തീറ്റ എന്ന് എഴുതിയാലും തെറ്റില്ല. ഓക്കെ, F equal to QVB സൈൻ തീറ്റ എന്ന് എഴുതിയാലും തെറ്റില്ല. നമുക്കറിയാം ക്രോസ് പ്രൊഡക്റ്റിന് നമ്മൾ സൈൻ തീറ്റ എന്നും ഡോട്ട് പ്രൊഡക്റ്റിന് നമ്മൾ കോസ് തീറ്റ എന്നും റെപ്രസെന്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് അറിയുന്നു വിചാരിക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്രോസ് പ്രൊഡക്റ്റ് ആണുള്ളത്. സോ നമുക്ക് എങ്ങനെ കൂടി റെപ്രസെന്റ് ചെയ്യാം? സൈൻ തീറ്റ എന്ന് കൂടി നമുക്ക് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. സോ ആദ്യത്തെ ഫോക്കസ് പോയിന്റ് ടോപ്പിക് ആണ് മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക, കാരണം ഇക്വേഷൻ ബേസ് ചെയ്ത പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ അല്ലേ? സോ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് വെറും ലോറന്റ് ഫോഴ്സ് ആണ്. മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ് അല്ല, അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ലോറന്റ് ഫോഴ്സ് ആണ്. സോ ഡയഗ്രാം ഞാൻ വായിക്കുന്നില്ല, കാരണം എന്താണെന്ന് പറഞ്ഞുതരാം. സോ ലോറന്റ് ഫോഴ്സ് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യാന്നല്ല പറഞ്ഞത്. അടുത്തത് ഇവിടെ വെറും മാഗ്നറ്റിക് ഫീൽഡ് മാത്രമല്ല, കമ്പൈൻഡ് മാഗ്നറ്റിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ഫീൽഡ് രണ്ടും ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും കോമ്പിനേഷനിലൂടെ അല്ലെങ്കിൽ കമ്പൈൻഡ് ഫീൽഡിലൂടെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? ലോറന്റ് ഫോഴ്സ് എന്ന് പറയാം. മുൻപിൽ നമ്മൾ വെറും മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിനൊപ്പം തന്നെ എന്ത് കൂടിയുണ്ട്? ഇലക്ട്രിക്കൽ ഫീൽഡ് കൂടിയുണ്ട്. മാഗ്നറ്റിക് ഫീൽഡിന്റെ കൂടെ തന്നെ ഇലക്ട്രിക്കൽ ഫീൽഡ് കൂടിയുണ്ട്. സോ ഈ കമ്പൈൻഡ് ഫീൽഡിലൂടെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? ലോറന്റ് ഫോഴ്സ് എന്ന് പറയാം. സോ അതിന്റെ ഇക്വേഷൻ എങ്ങനെ വരും? F equal to നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് മൂലമുള്ള ഫോഴ്സ് എന്താണ്? Q into V cross B ആണ്. മാഗ്നറ്റിക് ഫീൽഡ് മൂലമുള്ള ഫോഴ്സ് Q into V cross B. ഇവിടെ അത് മാത്രം മതിയോ? പോരാ. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കൂടിയുണ്ട്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കൂടിയുണ്ട്. സോ അതും നമുക്ക് അറിയണം. സോ ഇലക്ട്രിക് ഫീൽഡ് മൂലമുള്ള ഫോഴ്സ് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചു. ടോർക്ക് എല്ലാം പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു. എന്തായിരുന്നു ഫോഴ്സ്? QE ആണ്. മാഗ്നറ്റിക് ഇലക്ട്രിക് ഫീൽഡ് മൂലമുള്ള ഫോഴ്സ് എന്താണ്? QE ആണ്. E എന്ന് വെച്ചാൽ എന്താണ്? ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. E എന്ന് വെച്ചാൽ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. Q എന്ന് വെച്ചാൽ ഈ ചാർജ് ആണ്. ക്ലിയർ അല്ലേ? സോ ലോറന്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ Q into V cross B plus QE. ഈ QE എവിടെന്നാ വന്നതെന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ എഫക്റ്റ് ആണ്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് മൂലമുള്ള ഫോഴ്സ് ആണ് QE. അതായത് ഓവറോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് മൂലമുള്ള ഫോഴ്സ് പ്ലസ് ഇലക്ട്രിക് ഫീൽഡ് മൂലമുള്ള ഫോഴ്സ്. സോ അതുകൊണ്ടാണ് Q into V cross B plus QE എന്ന് എഴുതിയിരിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ ഇതാണ് നമ്മുടെ ലോറന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ മാഗ്നറ്റിക് ഫോഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സും പിന്നെ ഒന്ന് ലോറന്റ് ഫോഴ്സും. സോ രണ്ടും മനസ്സിലായി വിചാരിക്കുന്നു. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. രണ്ടിനെയും ഫോർമുലയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ബയോട്ട് സാവേർട്ട്സ് ലോ. ബയോട്ട് സാവേർട്ട്സ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അതിന്റെ അപ്ലിക്കേഷൻ ചോദിക്കാറുണ്ട്. ബയോട്ട് സാവേർട്ട്സ് ലോന്റെ അപ്ലിക്കേഷൻ ആണ് സർക്കുലർ ലൂപ്പ്. സോ അത് ഇമ്പോർട്ടന്റ് ആണ്. സോ അത് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം? ബയോട്ട് സാവേർട്ട്സ് ലോ എന്താണ് പറയുന്നത് നമുക്കറിയണം. ബയോട്ട് സാവേർട്ട്സ് ലോ എന്താണ് ഡിഫൈൻ ചെയ്യുന്നത് നമുക്കറിയണം. സോ ബയോട്ട് സാവേർട്ട്സ് ലോ ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ കൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിന്റെ അപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ നമുക്ക് എന്താണെന്ന് നോക്കാം.
ഇതൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആണ്, അല്ലെങ്കിൽ ഇതൊരു കണ്ടക്ടർ ആണ്, ഇതിലൂടെയാണ് കറണ്ട് പോകുന്നതെന്ന് വെക്കുക. സോ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഐ ആണെന്ന് വെക്കുക. ഐ എന്ന് പറയുന്ന കറണ്ട് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? സോ ഫൈൻ. ദെൻ നമ്മൾ ഇവിടെ മുഴുവനായിട്ട് കണ്ടക്ടർ കൺസിഡർ ചെയ്യുന്നില്ല, ഒരു കറണ്ട് എലമെന്റ് മാത്രം കൺസിഡർ ചെയ്യുന്നു. ഡി എൽ എന്ന് പറയുന്ന കറണ്ട് എലമെന്റ്. ഇതിന്റെ മൊത്തമായിട്ടുള്ള ലെങ്ത് നമുക്ക് എൽ ആണെന്ന് അറിയാം. ഇതിന്റെ ഒരു കണ്ടക്ടറിന്റെ മൊത്തമായിട്ടുള്ള ലെങ്ത് എൽ ആണ്. സോ നമ്മൾ മുഴുവൻ ലെങ്ത്തും എടുക്കുന്നില്ല, ചെറിയൊരു പോർഷൻ ഡി എൽ എന്ന് പറയുന്ന സ്മോൾ പോർഷൻ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ ഡി എൽ നമ്മൾ എടുത്തു. ദെൻ നമ്മളൊരു പോയിന്റ് എടുത്തു, പി എന്ന് പറയുന്ന പോയിന്റ്. ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു, പി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. സോ ഡി എല്ലിൽ നിന്ന് പിയിലോട്ട് ഞാനൊരു ലൈൻ വെച്ച് കണക്ട് ചെയ്യാണ്. ഡി എല്ലിൽ നിന്ന് പിയിലോട്ടുള്ള ഒരു ലൈൻ ഞാൻ കണക്ട് ചെയ്യാണ്. ഈ ലൈനിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ ആണ്. ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ് പി എന്ന് പറയുന്ന പോയിന്റ് ഉള്ളത്. എവിടെ നിന്ന്? ഡി എല്ലിൽ നിന്ന്. ഇത്ര മാത്രം പാരാമീറ്റേഴ്സ് നമുക്ക് അറിഞ്ഞാൽ മതി. പിന്നെ ഒരു കാര്യം കൂടി നമുക്ക് അറിയണം, ആംഗിൾ ബിറ്റ്വീൻ ഡി എൽ ആൻഡ് പി. പിയും ഡി എല്ലും തമ്മിലുള്ള ആംഗിൾ തീറ്റയായിട്ട് കൂടി നമുക്കറിയണം. പിയും ഡി എല്ലും തമ്മിലുള്ള ആംഗിൾ തീറ്റയായിട്ട് നമുക്കറിയാം. ക്ലിയർ അല്ലേ? സോ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്? എൽ എന്ന് പറയുന്ന കണ്ടക്ടർ, അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഐ ആണ്. ആ കണ്ടക്ടർ മുഴുവനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, അതിന്റെ സ്മോൾ പോർഷൻ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ആ പോർഷൻ ആണ് ഡി എൽ എന്ന് പറയുന്നത്. ദെൻ പി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. പോയിന്റ് പി എത്ര ഡിസ്റ്റൻസിലാണ് ഉള്ളത്? ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ് പി എന്ന് പറയുന്ന പോയിന്റ് ഉള്ളത്. ആംഗിൾ ബിറ്റ്വീൻ ദ പോയിന്റ് പി ആൻഡ് ഡി എൽ ഈസ് ഡിഫൈൻഡ് ആസ് തീറ്റ. തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ പോയിന്റ് പി ആൻഡ് ഡി എൽ. ഇതുവരെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനിയാണ് നമുക്ക് നമ്മുടെ ഇക്വേഷനിലോട്ട് കടക്കുന്നത്. ഡി ബി ആണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. സോ മാഗ്നറ്റിക് ഫീൽഡ് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? Magnetic field is directly proportional to the current passing through the conductor. ഈ കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? dB is directly proportional to I. ഒന്നാമത്തെ കണ്ടീഷൻ മനസ്സിലായ? മാഗ്നറ്റിക് ഫീൽഡ് is directly proportional to I. അതായത് പിയിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഈ കറണ്ട് മൂലം, അല്ലെങ്കിൽ ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ മൂലം പിയിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ dB is directly proportional to P എന്ന്. അതാണ് നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ. ഫൈൻ. ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് ഞാൻ എഴുതി. അടുത്ത ഇക്വേഷൻ dB is directly proportional to dl. dB is directly proportional to dl. എന്താണ്? ഇവിടെ നമ്മൾ എടുത്ത കറണ്ട് എലമെന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. കറണ്ട് എലമെന്റ് കൂടുന്തോറും മാഗ്നറ്റിക് ഫീൽഡ് കൂടും. നമ്മൾ എത്രയാണോ കറണ്ട് എലമെന്റ് എടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. സോ dB is directly proportional to dl. dl എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് എലമെന്റ് ആണ്. ഹോൾ കണ്ടക്ടർ എടുക്കുന്നതിന് പകരം നമ്മൾ സ്മോൾ കറണ്ട് എലമെന്റ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ dB is directly proportional to dl എന്ന് നമുക്ക് എഴുതാം. അടുത്തത് dB is proportional to sin theta. dB is proportional to sin theta. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ തീറ്റയല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാണ് നിങ്ങൾ sin theta അസ്യൂം ചെയ്യുന്നത്? പക്ഷെ നമുക്ക് അറിയണം, that means the magnetic field is directly proportional to sin of the angle between the current element and the point P. P യും കറണ്ട് എലമെന്റും തമ്മിലുള്ള ആംഗിളിന്റെ സൈനിനാണ് പ്രൊപ്പോർഷണൽ. സോ സൈൻ തീറ്റയ്ക്കാണ് അത് പ്രൊപ്പോർഷണൽ, അല്ലാതെ വെറുതെ തീറ്റയ്ക്കല്ല പ്രൊപ്പോർഷണൽ. വളരെ ഇമ്പോർട്ടന്റ് ആണ് സൈൻ തീറ്റ. dB is directly proportional to sin theta. അടുത്തത് dB is inversely proportional to r square. dB is inversely proportional to r square. അതും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കൂളംസ് ലോ എല്ലാം പഠിച്ചു. ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ കണ്ടീഷനിൽ. സെയിം വേ ഇവിടെ ഡിസ്റ്റൻസ് എത്രയാണ്? r ആണ്. സോ അതിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ dB is inversely proportional to r square. എന്താണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ? r സ്ക്വയർ കൂടിയാൽ dB കുറയും, r സ്ക്വയർ കുറഞ്ഞാൽ dB കൂടും. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് നമ്മുടെ ഫോർത്ത് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ തേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? സോ നമുക്ക് മൂന്ന് ഇക്വേഷൻ കൂടി ഒന്ന് കമ്പൈൻ ചെയ്ത് എഴുതാലോ? എഴുതാം. dB is proportional to IDL sin theta divided by r square. dB is proportional to IDL sin theta divided by r square. ജസ്റ്റ് മൂന്നും കൂടി ഞാൻ കമ്പൈൻഡ് എഴുതി. r സ്ക്വയറിന് മാത്രമാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. സോ അത് മാത്രം താഴെ എഴുതി. ബാക്കി എല്ലാത്തിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ആ എല്ലാ ടേംസും ഞാൻ ന്യൂമറേറ്ററിൽ എടുത്ത് എഴുതി. ഓക്കെ. ദെൻ നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി മാറ്റണ്ടേ? പ്രൊപ്പോർഷണാലിറ്റി മാറ്റണം. സോ അതിനു വേണ്ടി ഞാനൊരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ആ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ mu naught divided by 4 pi. mu naught divided by 4 pi ആണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ഇൻറ്റു
IDL sin theta divided by r square into IDL sin theta divided by r square എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? സോ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് നമ്മൾ കൂളംസ് ലോയിൽ 1/4πε0 ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ, അതുപോലെ തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ് μ0 ഡിവൈഡഡ് ബൈ 4π. പ്രോബ്ലംസ് വരുമ്പോൾ ഇതിന്റെ വാല്യൂ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് നമുക്ക് 10⁻⁻7 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. μ0/4π ന്റെ വാല്യൂ എത്രയാണ്? 10⁻⁻7 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പറയുന്ന ലോനെ ബേസ് ചെയ്ത അപ്ലിക്കേഷൻ ഉണ്ട്, അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതിനു മുമ്പ് ഈ ലോ സ്റ്റേറ്റ് ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ അപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഈ ചാപ്റ്ററിൽ നിന്ന്, അതായത് 4th ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ പരീക്ഷകൾ ചോദിച്ചൊരു ചോദ്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് മീൻസ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ കറന്റ് ക്യാരിയിങ് സർക്കുലർ കോയിൽ. ഒരു സർക്കുലർ കോയിൽ മൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് എന്തിന്റെ അപ്ലിക്കേഷൻ ആണ്? നമ്മൾ മുൻപ് പഠിച്ച ബയോട്ട്-സാവേർട്സ് ലോന്റെ അപ്ലിക്കേഷൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് പരീക്ഷകളിൽ ചോദിച്ചൊരു ചോദ്യമാണിത്. ഡിലേ ആക്കുന്നില്ല, നമുക്ക് ചോദ്യത്തിലോട്ട് കടക്കാം. സോ സർക്കുലർ കോയിൽ, നമ്മളൊരു സർക്കുലർ കോയിൽ എടുക്കുകയാണ്. ഈ റൗണ്ടിൽ തന്നിരിക്കുന്നതാണ് സർക്കുലർ കോയിൽ എന്ന് പറയുന്നത്. ആ സർക്കുലർ കോയിലിന്റെ റേഡിയസ് എത്രയാണ്? റേഡിയസ് a ആയിട്ടാണ് എടുക്കുക. റേഡിയസ് ഓഫ് ദ സർക്കുലർ കോയിൽ ഈസ് ടേക്കൺ ആസ് a, സ്മോൾ ലെറ്റർ a ആയിട്ട് എടുത്തു. നമുക്ക് ഈ സർക്കുലർ കോയിൽ മൂലം P എന്ന് പറയുന്ന പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ സർക്കുലർ കോയിൽ മൂലം P എന്ന് പറയുന്ന പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് തന്നെ ഈ സർക്കുലർ കോയിലിന്റെ സെന്ററിൽ നിന്ന് P ലോട്ടുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്തായിട്ട് എടുത്തു? X ആയിട്ട് എടുത്തു. സെന്ററിനെ O ആയിട്ടും സെന്ററിൽ നിന്ന് P ലോട്ടുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്തായിട്ട് എടുത്തു? X ആയിട്ട് എടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ബയോട്ട്-സാവേർട്സ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? ഇതാണ് നമ്മുടെ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ എടുത്താൽ നമ്മൾ DL എടുത്തു കഴിഞ്ഞാൽ DL നിന്നാണ് P എന്ന് പറയുന്ന പോയിന്റിലോട്ട് കണക്ട് ചെയ്യുന്നത് അല്ലെ? DL എന്ന് പറയുന്ന കറണ്ട് എലമെന്റിൽ നിന്നാണ് P എന്ന് പറയുന്ന പോയിന്റിലോട്ട് നമ്മൾ കണക്ട് ചെയ്തത്. ഇവിടെ നമ്മൾ DL ആയിട്ട് എടുക്കുന്നത് ഈ രണ്ട് പോയിന്റ്സിനെയാണ് നമ്മൾ DL ആയിട്ട് എടുക്കുന്നത്. എവിടെയാണ് DL വരുന്നത്? ഈ സർക്കുലർ കോയിലിന്റെ ടോപ്പ് മോസ്റ്റ് പോയിന്റും ബോട്ടത്തിലുമാണ് നമ്മൾ എന്ത് ഇനീഷ്യലി DL എടുക്കുന്നത്. ഇനീഷ്യലി നമ്മൾ രണ്ട് പോയിന്റിലാണ് DL, അതായത് കറണ്ട് എലമെന്റ് കൺസിഡർ ചെയ്യുന്നത്. എവിടെയാണ്? ഈ സർക്കുലർ കോയിലിന്റെ ടോപ്പ് മോസ്റ്റ് പോയിന്റും ബോട്ടവും, മുകളിലും താഴെയും ആണ് നമ്മൾ DL എന്ന് പറയുന്ന കറണ്ട് എലമെന്റ് കൺസിഡർ ചെയ്യുന്നത്. സോ കറണ്ട് എലമെന്റിൽ നിന്നാണ് P ലോട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. കറണ്ട് എലമെന്റിൽ നിന്ന് P ലോട്ട് കണക്ട് ചെയ്യണം. സെയിം വേ കറണ്ട് എലമെന്റിൽ നിന്ന് P ലോട്ട് കണക്ട് ചെയ്തു. ഇവിടെ ഡിസ്റ്റൻസ് R ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടെയും ഡിസ്റ്റൻസ് എന്താണ്? ഇവിടെയും ഡിസ്റ്റൻസ് R തന്നെയാണ്. Pയും കറണ്ട് എലമെന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിട്ട് എടുക്കുകയാണ്? നമ്മൾ R ആയിട്ട് തന്നെ എടുക്കുകയാണ്. അതുവരെ മനസ്സിലായി വിചാരിക്കുന്നു. ദെൻ അതിനുശേഷം നമുക്കറിയാം തീറ്റ എന്ന് പറയുന്ന ആംഗിൾ എന്താണ്? തീറ്റ എന്ന് പറയുന്ന ആംഗിൾ എന്താണ്? കറണ്ട് എലമെന്റും പോയിന്റും തമ്മിലുള്ള ആംഗിൾ ആണ് നമ്മുടെ തീറ്റ എന്ന് പറയുന്നത്. ഇവിടെ കറണ്ട് എലമെന്റും പോയിന്റും തമ്മിലുള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ ഏതാണ്? എത്രയായിരിക്കും വരിക? സോ അത് നിങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലാക്കണം. സോ ഇതാണ് നമ്മുടെ കറണ്ട് എലമെന്റ് എന്ന് വെക്കുക. ഇതാണ് കറണ്ട് എലമെന്റ് എന്ന് വെക്കുക. ഇതാണ് നമ്മുടെ R എന്ന് വെക്കുക. സോ R എന്ന് പറയുന്ന പോയിന്റ് എങ്ങനെ വെച്ചാലും, നമ്മൾ ഏത് ഡയറക്ഷനിൽ R എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്താലും അതിന്റെ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആയിരിക്കും. ആ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. അല്ലാതെ ആംഗിൾ എന്ന് പറയുന്ന തീറ്റ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. നമ്മൾ ഇവിടെയാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ആ കറണ്ട് എലമെന്റ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്ത് വെച്ചാൽ R നമ്മൾ ഏത് ഡയറക്ഷനിൽ R എടുത്താലും ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. അല്ലാതെ തീറ്റ ഇതാണെന്ന് വിചാരിക്കരുത്. ഇതല്ല തീറ്റ, ഇതുമല്ല തീറ്റ, ഇതുമല്ല തീറ്റ. ഈ രണ്ട് ആംഗിൾസും അല്ല തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ കറണ്ട് എലമെന്റും ഈ പറയുന്ന പോയിന്റും തമ്മിലുള്ള ആംഗിൾ ആണ് നമ്മുടെ തീറ്റ എന്ന് പറയുന്നത്. സോ തീറ്റ ഈസ് ഓൾവേസ് 90 ഡിഗ്രി. തീറ്റ ഈസ് ഓൾവേസ് 90 ഡിഗ്രി. ക്ലിയർ ആവുന്നുണ്ടോ? സോ തീറ്റ 90 ഡിഗ്രി ആണ്. ഇനി നമുക്ക് നമ്മുടെ ബയോട്ട്-സാവേർട്സ് ലോന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബയോട്ട്-സാവേർട്സ് ലോന്റെ ഇക്വേഷൻ എന്താണ്? dB equal to μ0 divided by 4π IDL sin theta divided by r square. Ideal sin theta divided by r square. Ideal sin theta യിലെ തീറ്റ എത്രയാണ്? 90 ഡിഗ്രി ആണ്. തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ sin 90 എത്ര വരും? sin 91 ആണ്. sin 91 ആണ്. ട്രിഗ്നോമെട്രിയിലെല്ലാം നമ്മൾ പഠിച്ചതാണ്. sin 90 is 1. സോ നമുക്ക് sin തീറ്റയ്ക്ക് വരെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ആ ഒരു ടേമിൽ നമുക്ക് ഒഴിവാക്കാം. dB equal to μ0 divided by 4π IDL divided by r square എന്ന് വരും. dB equal to μ0 divided by 4π IDL divided by r square എന്ന് വരും. തീറ്റ എങ്ങനെയാണ് 90 ഡിഗ്രി വന്നതെന്ന് മനസ്സിലായ?
DL-ഉം R-ഉം തമ്മിലുള്ള ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ ആണ് നിങ്ങൾ എടുക്കുന്നതെന്ന് വെച്ചാൽ അത് DL-ഉം R-ഉം തമ്മിലുള്ള ആംഗിൾ അല്ല നിങ്ങൾ എടുക്കുന്നത്, റേഡിയസും R-ഉം തമ്മിലുള്ള ആംഗിൾ ആണ് ഇത്. സോ അതല്ല നമുക്ക് ആവശ്യം DL-ഉം R-ഉം തമ്മിലുള്ള ആംഗിൾ ആണ്, അത് ഓൾവേസ് 90 ഡിഗ്രിയാണ്. ഞാൻ പറഞ്ഞു തന്നു, ഇതാണ് DL ആയിട്ട് വരികയാണെങ്കിൽ നമ്മുടെ R നമ്മൾ എങ്ങനെ എടുത്താലും അത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. R എങ്ങനെ എടുത്താലും അത് 90 ഡിഗ്രി ആയിരിക്കും. സോ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ പറയുന്ന ഡീവിനെ നമുക്ക് 2 കമ്പോണൻസ് ആയിട്ട് നമുക്ക് റിസോൾവ് ചെയ്യാം. സോ അതിനു മുമ്പ് നമുക്ക് റൈറ്റ് ഹാൻഡ് പാം റൂൾ എന്ന് പറയുന്ന റൂൾ അറിയണം. നിങ്ങളുടെ ഫോക്കസ് പോയിന്റിൽ അങ്ങനെ ഒരു റൂൾ ഇല്ല. റൈറ്റ് ഹാൻഡ് പാം റൂൾ എന്നാണ് പറയാം. സോ നമ്മുടെ വലത് കൈ എടുക്കുക, വലത് കൈന്റെ പാം നമ്മൾ കൺസിഡർ ചെയ്യുക. സോ ഇതിൽ തമ്പില്ലേ, നമ്മുടെ തള്ള വരെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കറണ്ടിന്റെ ഡയറക്ഷൻ ആണ്. ഇവിടെ സർക്കുലർ കോയിൽ ആയിട്ട് അസ്യൂം ചെയ്യാം. സോ നമ്മുടെ തമ്പ് റെപ്രസെന്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട്. ദെൻ നമ്മുടെ പാം എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു വെച്ചാൽ ഇവിടെയുള്ള ആറിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ആറിനെയാണ് നമ്മുടെ പാം റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ആറിന് പെർപെൻഡിക്കുലർ ആയിരിക്കും നമ്മൾ എന്ത് പറയാ? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ കറന്റ് ഡയറക്ഷൻ ഔട്ട്വേർഡ് ആയിരിക്കും, പാം റെപ്രസെന്റ്സ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ആറിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്. സോ ആറിന് പെർപെൻഡിക്കുലർ ആയ മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ ഇവിടെ വരച്ചു. മോളിൽ മാത്രമാണോ കറണ്ട് എലമെന്റ് ഉള്ളത്? അല്ല, നമുക്ക് താഴെയും കറണ്ട് എലമെന്റ് ഉണ്ട്. അതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എന്ത് ചെയ്യണം? താഴെയും വരയ്ക്കണം. സോ വി ആർ always drawing the magnetic field in the bottom phase too. So രണ്ട് സൈഡിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് വരച്ചു. മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? dB ആണ്. മാഗ്നറ്റിക് ഫീൽഡ് dB ആണ്. അതെങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ടു R. R-ന് പെർപെൻഡിക്കുലർ ആണ്. എന്തിന്റെ ബേസിസിലാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് വരച്ചത്? റൈറ്റ് ഹാൻഡ് പാം റൂളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് വരച്ചത്. ഇമ്പോർട്ടന്റ് ആയിട്ട് എഴുതണം റൈറ്റ് ഹാൻഡ് പാം റൂൾ. റൈറ്റ് ഹാൻഡ് പാം റൂൾ ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു തരുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോക്കസ് പോയിന്റിൽ അങ്ങനെ ഒരു ടോപ്പിക് ഇല്ല. ഈ ഒരു ഡെറിവേഷനിൽ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ മാത്രമേ നമുക്കത് അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. സോ അതുകൊണ്ട് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആറിന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആണ്, അത്ര മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. ദെൻ നമ്മൾ ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ, എക്സും ആറും തമ്മിലുള്ള ആംഗിൾ, അതിന് നമുക്ക് ഫൈ എന്ന് ഡിനോട്ട് ചെയ്യാം. എക്സും ആറും തമ്മിലുള്ള ആംഗിൾ നമ്മൾ ഫൈ എന്ന് ഡിനോട്ട് ചെയ്യാണ്. ദെൻ നമ്മൾ ഈ പറയുന്ന ഡീവിനെ 2 കോമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഡീവിനെ 2 കോമ്പോണൻസ് ആയിട്ട് നമ്മൾ റിസോൾവ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ തന്നെ പഠിക്കാം. സോ 2 കോമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാണ്. ഒന്നാമത്തെ എന്ന് പറയാം, നമുക്കറിയാം 2 കോമ്പോണൻസ് ആയിട്ട് നമ്മൾ എടുക്കണ്ട. ഞാൻ ഇവിടെ അതിനെ സിമ്പിൾ ആയിട്ട് വരച്ച് കാണിച്ചു തരാം. 2 കോമ്പോണൻസ് ആയിട്ട് എങ്ങനെ എടുക്കാന്ന് വെച്ചാൽ, ഇത് ഫൈ ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? ഇതും ഫൈ ആയിരിക്കും, ഇതും ഫൈ ആയിരിക്കും. ഇത് ഫൈ ആണെന്ന് വെച്ചാൽ ഈ ഒരു ആംഗിളും ഫൈ ആയിരിക്കുമല്ലോ, ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? dB cos ഫൈ ആയിരിക്കും. dB cos ഫൈ ആയിരിക്കും. താഴെ എന്ത് വരും? dB cos ഫൈ വരും. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്തായിരിക്കും? dB sin ഫൈ ആയിരിക്കും. സോ ഇവിടെയും dB sin ഫൈ. എങ്ങനെയാണ് ഇവിടെ വന്നത്? ഈ 2 ടേംസും എന്താണ്? dB ആണ്. ഈ 2 ടേംസും dB ആണ്. ഒന്നുകൂടി പറഞ്ഞുതരാം. ഈ 2 ടേംസും dB ആണ്. നമ്മൾ അതിനെ ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും റിസോൾവ് ചെയ്യാണ്. സോ ഇതിനെ വെർട്ടിക്കൽ ആക്കുമ്പോൾ dB cos ഫൈ എന്ന് വരും, ഹൊറിസോണ്ടൽ ആക്കുമ്പോൾ dB sin ഫൈ എന്ന് വരും. ഇവിടെയും വെർട്ടിക്കൽ ആക്കുമ്പോൾ dB cos ഫൈ, ഹൊറിസോണ്ടൽ ആക്കുമ്പോൾ dB sin ഫൈ എന്ന് വരും. ഇത് രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. സോ രണ്ടും ക്യാൻസൽ ചെയ്യാം. cos ഫൈയും ക്യാൻസൽ ആയിക്കും. കാരണം എന്താണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. സോ നമുക്ക് എന്ത് മാത്രമേ വരുള്ളൂ? dB sin ഫൈ മാത്രമേ വരുള്ളൂ. dB sin ഫൈ മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് 2 എണ്ണം കൺസിഡർ ചെയ്യുമ്പോൾ, 2 കറണ്ട് എലമെന്റ് കൺസിഡർ ചെയ്യുമ്പോൾ dB sin ഫൈ പ്ലസ് dB sin ഫൈ, അതായത് 2 dB sin ഫൈ എന്ന് വരും. മനസ്സിലാവുന്നുണ്ടാ? 2 എണ്ണം കൺസിഡർ ചെയ്യുമ്പോൾ 2 dB sin ഫൈ എന്ന് വരും. നമുക്ക് ഇവിടെ 2 എണ്ണം ആണോ കൺസിഡർ ചെയ്യുക? അല്ല, നമ്മൾ ഒരു സർക്കുലർ ലൂപ്പ് എടുക്കുകയാണെന്ന് വെച്ചാൽ അതിൽ എല്ലാ പോയിന്റും എന്താണ്? എല്ലാ പോയിന്റും കറണ്ട് എലമെന്റ്സ് ആണ്. ഇവിടെ എടുത്തു വെച്ചാൽ എല്ലാ പോയിന്റും കറണ്ട് എലമെന്റ്സ് ആണ്. എല്ലാം കൂടി ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഒരു സർക്കുലർ ലൂപ്പ് കിട്ടുക. ഈ എല്ലാ കറണ്ട് എലമെന്റും കൂടി ചേരുമ്പോഴാണ് നമുക്കൊരു സർക്കുലർ ലൂപ്പ് കിട്ടുക. സോ നമുക്ക് ഈ 2 കറണ്ട് എലമെന്റ് മാത്രം മതിയോ? പോരാ. നമുക്ക് ഈ സർക്കുലർ ലൂപ്പിലുള്ള എല്ലാ പോയിന്റ്സും കറണ്ട് എലമെന്റ് ആണ്. അതുകൊണ്ട് we have to integrate. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യാം? dB sin ഫൈനെ നമുക്ക് എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. dB sin ഫൈനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ ഇന്റഗ്രേറ്റ് കംപ്ലീറ്റ് ക്ലോസ്ഡ് ഇന്റഗ്രൽ ആയിട്ട് ഞാൻ ചെയ്യാണ്. ക്ലോസ്ഡ് ഇന്റഗ്രൽ dB sin ഫൈ എന്ന് നമ്മൾ ചെയ്യാം. ക്ലിയർ അല്ലേ? സോ നമുക്ക് dBന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഇക്വേഷൻ ഇതിനെ വേണേൽ 1 എന്ന് കൊടുക്കാം കേട്ടോ. ഇക്വേഷൻ 1 നമ്മൾ dBന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
സോ ഇന്റഗ്രൽ ഓഫ് ഡി ബി എത്രയാണ്? μ0 ഡിവൈഡഡ് ബൈ 4 പൈ ഐ ഡി എൽ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു സൈൻ ഫൈ. ഇതാണ് ഫൈ. അപ്പൊ സൈൻ ഫൈ എന്തായിരിക്കും? ഈ ഡയഗ്രാം ഞാൻ മായ്ക്കുകയാണ്. ഇതാണ് ഫൈ. അപ്പൊ നമ്മുടെ സൈൻ ഫൈ എന്തായിരിക്കും? നമുക്കറിയാം സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണെങ്കിൽ ഇവിടെ സൈൻ ഫൈ എന്ത് വരും? സൈൻ ഫൈ എന്ത് വരും? ഫൈന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? എ ആണ്. സൈന്റെ ഓപ്പോസിറ്റ് സൈഡ് എ ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്താണ്? ഹൈപ്പോട്ടന്യൂസ് എന്താണ്? ആർ ആണ്. ആറിന് നമുക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ആറിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ആർ ഈക്വൽ ടു ആർ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? ബി സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ വരിക? അപ്പൊ ആർ അതായത് ആർ സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് വരും. അപ്പൊ ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് വരും അല്ലേ? ശരിയല്ലേ? സോ നമുക്ക് ഇതിൽ എങ്ങനെ എഴുതാം? ബേസ് എത്രയാണ്? എക്സ് ആണ്. ആൾട്ടിറ്റ്യൂഡ് എ ആണ്. സോ അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ റൂട്ടിന് പകരം നമുക്ക് എന്ത് എഴുതാം? പവറിൽ 1/2 എഴുതാം. റൂട്ടിന് പകരം പവറിൽ 1/2 എഴുതാം. സോ ആറിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പവറിൽ 1/2. എങ്ങനെയാണെന്ന് വൃത്തിയായിട്ട് ഒന്നുകൂടി പറഞ്ഞു തരാം. ആർ എന്ന് പറയുന്നത് ഈ ഒരു ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഹൈപ്പോട്ടന്യൂസ് എങ്ങനെ കണ്ടുപിടിക്കും? പൈത്തഗോറസ് തിയറം അനുസരിച്ച് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. റൂട്ടിന് പകരം നമുക്ക് എന്ത് എഴുതാം? പവറിൽ 1/2 ഇടാം. സോ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ പവർ ഓഫ് 1/2. അങ്ങനെയാണെങ്കിൽ ആറിന്റെ വാല്യൂ നമുക്ക് കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സൈൻ ഫൈന്റെ വാല്യൂ എളുപ്പത്തിൽ കണ്ടുപിടിക്കാലോ. സൈൻ ഫൈ ഈക്വൽ ടു എന്ത് വരും? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് എ ആണ്. ഹൈപ്പോട്ടന്യൂസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ പവർ ഓഫ് 1/2 ആണ്. എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ പവർ ഓഫ് 1/2. ആറ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചല്ലോ. സോ ആറ് കണ്ടുപിടിച്ചു. ഇതാണ് സൈൻ ഫൈന്റെ വാല്യൂ. ഇതെടുത്ത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതെടുത്തിട്ട് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇൻറ്റു എ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ പവർ ഓഫ് 1/2. ക്ലിയർ അല്ലേ? സോ നമുക്ക് സൈൻ ഫൈന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഇവിടെ ഒരു 6 കൂടിയുണ്ട്. ഇവിടെ മാത്രമാണ് 6 ഉള്ളത് അല്ല, അതിനടുത്ത് കൂടി ഒന്നുണ്ട്, ഒരു 6 കൂടിയുണ്ട്. നമുക്ക് അതിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ? അതിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ അതിന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ സൈക്ലിക് ഇന്റഗ്രൽ അല്ലെങ്കിൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓഫ് μ0 ഡിവൈഡഡ് ബൈ 4 പൈ ഐ ഡി എൽ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ്. ആർ ആണ് എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഹോൾ പവർ ഓഫ് 1/2. ആർ സ്ക്വയർ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് വരും. കാരണം എന്താന്ന് വെച്ചാൽ എക്സ് എന്ന് പറയുന്നത് അതായത് എക്സ് പവർ ഓഫ് 1/2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സിന് ഈക്വൽ ആണ്. എക്സ് പവർ ഓഫ് 1/2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ 2 ക്യാൻസൽ ചെയ്തിട്ട് എക്സിന് ഈക്വൽ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ പവർ ഓഫ് 1/2 അതിന്റെ ഒരു ഹോൾ സ്ക്വയർ ചെയ്തത് വരും. ഈ 1/2 2 ക്യാൻസൽ ആയി പോകും. സോ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മാത്രമായി വരും. മനസ്സിലാവുന്നുണ്ടോ? എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മാത്രമായിട്ട് വരും. കാരണം ഇവിടെ ഇതിനൊരു ഹോൾ സ്ക്വയർ ഇടുമ്പോൾ ഈ 2 ക്യാൻസൽ ആയി പോവാണ് കേട്ടോ. സോ ബാക്കി എന്തുണ്ട്? എ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ പവർ ഓഫ് 1/2. ഇവിടെ 1/2 ഒഴിവാക്കാൻ പാടില്ല. കാരണം ഇവിടെ 6 ആണ് ഉള്ളത്. ഇവിടെ നമ്മൾ 6 ആണ് എഴുതിയത്. ഇവിടെ നമ്മൾ ആർ സ്ക്വയർ ആണ് എഴുതുന്നത്. മനസ്സിലാവണ്ട? സോ ഇവിടെ 1/2 വേണം, ഇവിടെ 1/2 വേണ്ട. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. മാറിപ്പോകരുത്, കൺഫ്യൂസ് ചെയ്തിട്ട് മാറ്റി എഴുതരുത് കേട്ടോ. ദെൻ ഞാൻ ഈ പോർഷൻ വായിക്കുകയാണ്. കുറച്ചുകൂടി ഡെപ്തിലോട്ട് നമുക്ക് ഡെറിവേഷൻ കടക്കാം. സോ നിങ്ങൾക്ക് അറിയേണ്ട ഒരു ഇക്വേഷൻ ആണ് ഞാൻ ഈ എഴുതാൻ പോകുന്നത്. അതായത് x into x power of 1/2. x into x power of 1/2 എന്താണ്? x power of 3/2 ആണ്. x into x power of 1/2 എന്താണ്? x power of 3/2 ആണ്. എങ്ങനെയാണ് 3/2 വന്നത്? x ന്റെ പവർ 1 അല്ലേ? 1 plus 1/2 എന്താണ്? 3/2 ആണ്. 1 plus 1/2 എന്താണ്? 3/2 ആണ്. ഇതെന്തിനാ ഇവിടെ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം. ഇവിടെ നോക്കൂ, എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറും ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ പവർ ഓഫ് 1/2 ആണ്. രണ്ടും കൂടി ഗുണിക്കാലോ. നമുക്ക് രണ്ടും കൂടി ഗുണിക്കാം. സോ ഞാൻ ഗുണിച്ചിട്ട് ഇവിടെ ഇതാണ് ഇന്റഗ്രൽ ഓഫ് μ0 ഡിവൈഡഡ് ബൈ 4 പൈ ഐ ഡി എൽ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു എ ഉണ്ട്. എ അതുപോലെ തന്നെ എഴുതി. ഡിനോമിനേറ്റർ നോക്കുക. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഉണ്ട്. ഇവിടെ ഒരു എ ഉണ്ട്. എ ഉണ്ട്. ഓക്കെ ഫൈൻ. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഉണ്ട്. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ 1/2 ഉണ്ട്. സോ ടോട്ടൽ ആയിട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ പവർ ഓഫ് 3/2. എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ പവർ ഓഫ് 3/2 എഴുതാം. ഈ ഡി എൽ ഇതുമായിട്ട് ബന്ധമില്ല കേട്ടോ. സോ അത് രണ്ടും കൂടി കൺഫ്യൂസ് ചെയ്യരുത്. അത് വേറൊരു ടേം ആണ്. ഓക്കെ ഫൈൻ. ദെൻ
എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ പവർ ഓഫ് 3/2 എന്ന് എഴുതി. ഇതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇക്വേഷൻ നമ്പർ എ, സോ എ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ പവർ ഓഫ് 1/2 എന്ന് കിട്ടി. ദെൻ ഇതിന് നമുക്ക് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യണ്ടേ? സിംപ്ലിഫൈ ചെയ്യണം, കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യണം. ഇന്റഗ്രേഷൻ നമ്മൾ ഇതുവരെ ആയിട്ട് ചെയ്തിട്ടില്ല. സോ ഇതിലുള്ള കോൺസ്റ്റന്റ് ടേംസ് എല്ലാം പുറത്തെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. സോ കോൺസ്റ്റന്റ് ടേംസ് എല്ലാം പുറത്തെടുക്കുകയാണ്. μ0 ഡിവൈഡഡ് ബൈ 4π i a കോൺസ്റ്റന്റ് ആണ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ പവർ ഓഫ് 3/2. എന്തിനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്? dl നെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. dl നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? dl നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? നമുക്കറിയാം dl എന്ന് പറഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ആണല്ലേ. ഇതിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോൾ പെരിമീറ്റർ ഓഫ് ദ സർക്കുലർ കോയിൽ. ഈ സർക്കുലർ കോയിലിലെ ഹോൾ പെരിമീറ്റർ ആണ് ഇന്റഗ്രൽ ഓഫ് dl എന്ന് പറയുന്നത്. സോ പെരിമീറ്റർ ഓഫ് ദ സർക്കുലർ എന്താണ്? അല്ലെങ്കിൽ ഒരു സർക്കിളിന്റെ പെരിമീറ്റർ എന്താണ്? 2πr ആണ് നമ്മുടെ പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത്. ഇവിടെ r അല്ല റേഡിയസ്, ഇവിടെ റേഡിയസ് എന്താണ്? സ്മോൾ ലെറ്റർ a ആണ് ഇവിടെയുള്ള റേഡിയസ്. സോ നമ്മുടെ ഇന്റഗ്രൽ ഓഫ് dl എന്ത് കിട്ടും? 2πa എന്ന് കിട്ടും. വൃത്തിയായിട്ട് മനസ്സിലാക്കാം. dl എന്ന് പറയുന്ന പോയിന്റിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഈ ഹോൾ സർക്കുലർ ലൂപ്പിന്റെ പെരിമീറ്റർ ആണ് കിട്ടുക. അതാണ് 2πa എന്ന് പറയുന്നത്. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. μ0 ഡിവൈഡഡ് ബൈ 4π i a ഡിവൈഡഡ് ബൈ r ഡിവൈഡഡ് r സ്ക്വയർ അല്ല, ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ പവർ ഓഫ് 3/2 ഇൻറ്റു 2πa ഇൻറ്റു 2πa. ഇതുവരെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ടൊരു സിംപ്ലിഫിക്കേഷൻ കൂടി ഉണ്ട്. 2πയും 4πയും ക്യാൻസൽ ചെയ്താൽ എത്ര വരും? 2 വരും. 2πയും 4πയും ക്യാൻസൽ ചെയ്താൽ 2 വരും. ഇവിടെ ഒരു a ഉണ്ട്, ഇവിടെ ഒരു a ഉണ്ട്. സോ നമുക്ക് എന്ത് എഴുതാം? a സ്ക്വയർ എന്ന് എഴുതാം. സോ ഞാൻ ഈ ഇക്വേഷൻ മായ്ക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഫൈനൽ ഇക്വേഷനിലോട്ട് കടക്കുകയാണ്. ഡെറിവേഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. So B equal to magnetic field intensity. B equal to എന്ത് എഴുതാം? μ0 I a square divided by 2 into x square plus a square whole power of 3/2. x square plus a square whole power of 3/2. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാ ചെയ്തത് വൃത്തിയായിട്ട് മനസ്സിലാക്കുക. dl നെ 2πa എന്തുകൊണ്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ബിക്കോസ് ദ പെരിമീറ്റർ. ദെൻ അതിനുശേഷം ഈ പവേഴ്സിൽ 3/2 വന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത്രയൊക്കെ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ ബയോട്ട് സാവേർട്സ് ലോന്റെ അപ്ലിക്കേഷൻ ആണ്. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഈ ഡെറിവേഷൻ പല തവണ പരീക്ഷകൾ ചോദിച്ചാൽ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നത്. ഒരിക്കലും മഗ്ഗപ്പ് ചെയ്യരുത്. ഫൈനൽ ഇക്വേഷൻ മാത്രം പഠിച്ചിട്ട് പോരുത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കുക. സപ്പോസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പർ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതുവഴി കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാൽ കൂടി നമ്മൾ ആൻസർ ചെയ്യുന്നതായിരിക്കും. നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് ഇതുപോലെ ബയോട്ട് സാവേർട്സ് ലോ പോലെ തന്നെ മറ്റൊരു ലോയും അതിന്റെ 3 അപ്ലിക്കേഷൻസും. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബയോട്ട് സാവേർട്സ് ലോ ചോദിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ ഫോക്കസ് പോയിന്റിൽ ഇൻക്ലൂഡ് ചെയ്തൊരു ചോദ്യമാണ് ആംപിയർ സർക്യൂട്ടൽ തിയറവും അതിന്റെ 3 അപ്ലിക്കേഷൻസും. ആംപിയർ സർക്യൂട്ടൽ തിയറം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന്റെ അപ്ലിക്കേഷൻസ് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിവിടെ വരച്ചു വെച്ചിരിക്കുന്ന അപ്ലിക്കേഷൻ ആണ്. സോ അതിനു മുമ്പ് നമുക്ക് എന്താണ് ആംപിയർ സർക്യൂട്ടൽ തിയറം എന്ന് നോക്കാം. ആംപിയർ സർക്യൂട്ടൽ തിയറം എന്താണെന്ന് നമുക്ക് നോക്കാം. ആംപിയർ സർക്യൂട്ടൽ തിയറത്തിന്റെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞുതരാം. ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് μ0 times the current enclosed by the loop. μ0 times the current enclosed by the loop. അതിന്റെ ഇക്വേഷൻ എങ്ങനെ വരുന്നു വെച്ചാൽ integral of B dot dl equal to μ0 I. Integral of B dot dl equal to μ0 I. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയാം. The line integral of magnetic field enclosed by a അല്ലെങ്കിൽ magnetic field associated by a closed loop is μ0 times the current associated by the loop. അല്ലെങ്കിൽ μ0 times the current enclosed by the loop എന്ത് വേണമെങ്കിൽ പറയാം. ചില കണ്ടീഷനിൽ അതായത് ഈ ഫോർമുല μ0 into summation I എന്ന് വരെ എഴുതാറുണ്ട്. ചില ടെക്സ്റ്റ് ബുക്കിനകത്ത് μ0 summation I എന്ന് എഴുതാറുണ്ട്. സിംപ്ലി നമുക്ക് μ0 I എന്ന് എഴുതിയാലും തെറ്റില്ല. ക്ലിയർ ആവുന്നുണ്ടോ? സോ ഇതാണ് നമ്മുടെ ആംപിയർ സർക്യൂട്ടൽ തിയറം എന്ന് പറയുന്നത്. B dot dl equal to integral of B dot dl equal to μ0 I. Integral of B dot dl equal to μ0 I. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനെ ബേസ് ചെയ്ത ഡെറിവേഷൻസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഈ പറയുന്ന ആംപിയർ സർക്യൂട്ടൽ തിയറത്തിനെ ബേസ് ചെയ്ത ഡെറിവേഷൻസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സോ ഇതാണ് നമ്മുടെ ടൈറ്റിൽ. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഡ്യൂ ടു ആൻ ഇൻഫൈനൈറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് വയർ ക്യാരിയിങ് കറന്റ്.
ഇതൊരു ഇൻഫൈനൈറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് വയർ ആണ്. ഇതിന്റെ ലെങ്ത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ല, കാരണം എന്താണ്, ഇൻഫൈനൈറ്റ് ആണ് ഇതിന്റെ ലെങ്ത്. ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്താണ്, I ആണ് ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത്. ഈ P എന്ന് പറയുന്ന പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഗോസ് തിയറം കൺസിഡർ ചെയ്യുമ്പോൾ ഗോസിയൻ സർഫേസ് എടുത്തില്ലേ, ഇവിടെ നമ്മൾ എന്തിലോ ആണ്, ആംപിയർ തിയറമാണ് അല്ലെങ്കിൽ ആംപിയർ സർക്യൂട്ടൽ തിയറമാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ആംപീരിയൻ ലൂപ്പ് എടുക്കണം. നമ്മൾ എന്തെടുക്കണം, ആംപീരിയൻ ലൂപ്പ്. ഈ P എന്ന് പറയുന്ന പോയിന്റ് എൻക്ലോസ് ചെയ്യുന്ന ഒരു ആംപീരിയൻ ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. P എന്ന് പറയുന്ന പോയിന്റ് എൻക്ലോസ് ചെയ്യുന്ന ഒരു ആംപീരിയൻ ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. സോ ഇതിന്റെ റേഡിയസ് എത്രയാണ്, സ്മോൾ ലെറ്റർ R ആണ് ഈ ആംപീരിയൻ ലൂപ്പിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. സ്മോൾ ലെറ്റർ R ആണ് ഈ ആംപീരിയൻ ലൂപ്പിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കുക. സോ നമ്മളൊരു ഇൻഫൈനൈറ്റ് ലോങ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ എടുത്തു, അതിലൂടെ പോകുന്ന കറണ്ട് I ആണ്. P എന്ന് പറയുന്ന പോയിന്റിൽ ഈ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ മൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ P എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് P എന്ന് പറയുന്ന പോയിന്റ്. ആ പോയിന്റ് എൻക്ലോസ് ചെയ്യുന്ന പോലെ ഞാൻ ഒരു ആംപീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യാണ്. P എന്ന് പറയുന്ന പോയിന്റ് എൻക്ലോസ് ചെയ്യുന്ന പോലെ ഞാൻ ഒരു ആംപീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യാണ്. ക്ലിയർ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആംപിയർ സർക്യൂട്ടൽ തിയറം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഒരു കാര്യം വേണമെങ്കിൽ അറിയണം, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇതാണ്. dB എന്ന് ഞാൻ കാണിച്ചിരിക്കുന്നതാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. സോ അത് വേണമെങ്കിൽ നിങ്ങൾ പഠിച്ചാൽ മതി, അതർവൈസ് ലീവ് ഇറ്റ്. ഓക്കെ, സോ ഇക്വേഷൻ ഇന്റഗ്രൽ ഓഫ് B dot dl equal to mu 0 I. ഇന്റഗ്രൽ ഓഫ് B dot dl equal to mu 0 I. ഇതിൽ കോൺസ്റ്റന്റ് ടേംസ് എല്ലാം പുറത്തെടുക്കാലോ. സോ B എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ പുറത്തെടുക്കുകയാണ്. ഇന്റഗ്രൽ ഓഫ് dl equal to mu 0 I. ഇന്റഗ്രൽ ഓഫ് dl equal to mu 0 I. dl എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം, ഒരു സർക്കുലർ ലൂപ്പിനകത്ത് നമ്മൾ ഇതാണ് dl ആയിട്ട് എടുത്തു വെച്ചാൽ ഇന്റഗ്രൽ ഓഫ് dl എന്താണ്, ഹോൾ പെരിമീറ്റർ ഓഫ് ദ സർക്കുലർ ലൂപ്പ്. ഹോൾ പെരിമീറ്റർ ഓഫ് ദ സർക്കുലർ ലൂപ്പ് ആണ് dl എന്ന് നമ്മൾ കഴിഞ്ഞ ഡെറിവേഷനിൽ പഠിച്ചായിരുന്നു. സോ dl വരെ നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2πr എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. b into 2πr. എന്തുകൊണ്ടാണ് ഇവിടെ R വരുന്നത്, കാരണം ഇവിടെ റേഡിയസ് എന്താണ്, സ്മോൾ ലെറ്റർ R ആണ്. സോ dl വരെ നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2πr എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2πr equal to mu 0 I. 2πr equal to mu 0 I. നമുക്ക് ഇവിടെ ആവശ്യം എന്ത് മാത്രമേ ഉള്ളൂ, മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അഥവാ B മാത്രമേ നമുക്ക് ഇവിടെ ആവശ്യമുള്ളൂ. സോ B നെ മാത്രം അവിടെ നിർത്താം. B നെ മാത്രം ഞാൻ അവിടെ നിർത്തുന്നു. സോ mu 0 I divided by 2πr. mu 0 I divided by 2πr. ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിന്റെ ഫൈനൽ ഇക്വേഷൻ. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ കറന്റ് ക്യാരിയിങ് ഇൻഫൈനൈറ്റ് ലോങ് സ്ട്രെയിറ്റ് വയറിന്റെ ഇക്വേഷൻ എന്ന് പറയാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ബേസ് ചെയ്തിട്ട് പല ടൈപ്പ് ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. അതായത് അവര് റേഡിയസ് തരും, അതായത് ഇത്ര ഡിസ്റ്റൻസ് ആണ്, ഒരു സ്ട്രെയിറ്റ് വയർ ഉണ്ട്, ഈ ഒരു 0.2 മീറ്ററിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു, ആ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്, ഇതിലൂടെ പോകുന്ന കറണ്ട് 4 ആംപിയർ എന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സോ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ അറിഞ്ഞാൽ മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. B equal to mu 0 I divided by 2πr. R എന്ന് പറഞ്ഞാൽ ഇതിന്റെ റേഡിയസ് ആണ്, I എന്ന് പറഞ്ഞാൽ ഈ കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ആണ്, B ആണ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ആംപിയർ സർക്യൂട്ടൽ തിയറത്തിന്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ആണ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ സോളിനോയിഡ്. എന്താണ് സോളിനോയിഡ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു സ്പ്രിംഗ് പോലുള്ള സാധനത്തിനെ നമ്മൾ സോളിനോയിഡ് എന്ന് പറയാം. ജസ്റ്റ് ഇത് കാണുമ്പോൾ ഒരു സ്പ്രിംഗ് പോലെ ഉണ്ടല്ലോ, ഇതിനെയാണ് സോളിനോയിഡ് എന്ന് പറയാം. ആ സോളിനോയിഡിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരച്ചിരിക്കുന്നത്, നമ്മൾ ഒരു ക്രോസ് സെക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ് നമ്മളിവിടെ. ഓക്കെ, സോ സിമ്പിൾ ആയിട്ട് ഞാൻ വേണമെങ്കിൽ അതിന് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇതാണ് ഒരു ഇങ്ങനെയുള്ള കുറേ സർക്കുലർ കോയിൽസ് ചേർന്നതാണ് നമ്മൾ എന്ത് പറയാ, സോളിനോയിഡ് എന്ന് പറയാ. സോ ഒരു സർക്കുലർ കോയിലിൽ ഇപ്പൊ കറണ്ട് അതിൽ ഇങ്ങനെയാണ് പാസ് ചെയ്യുന്നത് നോക്കിയാൽ, ആ സർക്കുലർ കോയിലിൽ കറണ്ട് ഇങ്ങനെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാ. ഒരു സർക്കുലർ കോയിൽ ഇങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് കുറേ സർക്കുലർ കോയിൽസ് ഉണ്ട് അല്ലേ, കുറേ സർക്കുലർ കോയിൽസ് ഉണ്ട്. സോ മാഗ്നറ്റിക് ഫീൽഡുകൾ എങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും അതിലുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാ. സോ ഈ ഒരു കോമ്പിനേഷനെ ഞാൻ കുറച്ചുകൂടി പ്രോപ്പർ ആയിട്ടാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഈ ഒരു കൺസെപ്റ്റിനെ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലിയർ ആയിട്ടാണ് ഈ മുകളിലത്തെ ഡയഗ്രാമിനകത്ത് വരച്ചിരിക്കുന്നത്, മനസ്സിലാക്കുക. ഓക്കെ, സോ അതിൽ നമ്മൾ പറഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ് സെന്ററിലൂടെയാണ്. സോ ഇവിടെയും മാഗ്നറ്റിക് ഫീൽഡ്, ഈ ഹൊറിസോണ്ടൽ ലൈൻസ് ആണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്, അതിനെയാണ് ഞാൻ B എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അതിലൊരു പർട്ടിക്കുലർ പോർഷൻ കൺസിഡർ ചെയ്യാണ്, അതായത് നമ്മൾ ലൂപ്പ് എടുത്തില്ലേ അതുപോലെ തന്നെ നമ്മളൊരു പോർഷൻ ആണ് ABCD എന്ന് പറയുന്ന പോർഷൻ ആണ്. ഇവിടെ കറണ്ട് എങ്ങനെയാ ഫ്ലോ ചെയ്യുക,
കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. സോ ഇവിടെയും കറണ്ടിന്റെ ഡയറക്ഷൻ ഈ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യാന്ന് മനസ്സിലാക്കി വെക്കുക. കറണ്ട് ഡയറക്ഷൻ A to B C D ഈ ഒരു ഡയറക്ഷനിലാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. ഇതിൽ ഞാനൊരു സ്മോൾ പോർഷൻ DL കൺസിഡർ ചെയ്യാണ്. ഇതിൽ ഞാൻ സ്മോൾ പോർഷൻ DL കൺസിഡർ ചെയ്യാണ്. ക്ലിയർ അല്ലേ? ദെൻ ഇനി നമ്മൾ ഇതിനെ നമ്മുടെ ആംപിയർ സർക്യൂട്ടൽ തിയറം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ആംപിയർ സർക്യൂട്ടൽ തിയറം നമ്മളിവിടെ അപ്ലൈ ചെയ്യാണ്. അപ്പൊ എന്താണ് നമ്മുടെ ആംപിയർ സർക്യൂട്ടൽ തിയറം? ഇന്റഗ്രൽ ഓഫ് B dot dl equal to integral of B dot dl equal to mu 0 I ആണ്. അവിടെ ഇരിക്കട്ടെ. പക്ഷെ B dot dl ആണ്. ഇവിടെ ഈ 4 പോർഷൻസ് ഉണ്ടല്ലോ. സോ ആ 4 പോർഷൻസിന് സം ആയിട്ട് തന്നെ നമുക്ക് B dot dl എക്സ്പ്രസ് ചെയ്യാം. സോ ഇങ്ങനെ പറയാം, ഇന്റഗ്രൽ ഓഫ് A to B B dl പ്ലസ് ഇന്റഗ്രൽ ഓഫ് B to C B dl പ്ലസ് ഇന്റഗ്രൽ C to D B dl പ്ലസ് ഇന്റഗ്രൽ D to A B dl. എന്തുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്? നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ പോർഷൻ മാത്രം പോരാ, ഈ സ്ക്വയർ ലൂപ്പിന്റെ എല്ലാ സൈഡ്സും നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. സോ നമ്മൾ A to B എടുത്തു, B to C എടുത്തു, C to D എടുത്തു, D to A എടുത്തു. 4 സൈഡുകളും നമ്മൾ കൺസിഡർ ചെയ്യണം. സോ 4 എണ്ണവും നമ്മൾ കൺസിഡർ ചെയ്തു. ആദ്യം A to B B dl എടുത്തു, B to C എടുത്തു, C to D എടുത്തു, D to A എടുത്തു. 4 നമ്മൾ കൺസിഡർ ചെയ്തു. ദെൻ ഇതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതട്ടെ. B dl A to B എടുക്കുകയാണ്. സോ ക്ലിയർ? സോ A to B B dl cos ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ ആണെന്ന് അറിയാലോ. സോ ഇവിടെ തീറ്റ എത്രയാണ്? ഇവിടെ തീറ്റ എത്രയാണ്? വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഇവിടെ ലെങ്ത് ഇതാണ്, മാഗ്നറ്റിക് ഫീൽഡും ലെങ്ത്തും മാഗ്നറ്റിക് ഫീൽഡും ഒരേ ഡയറക്ഷനിലാണ്. DL-ഉം B-യും ഒരേ ഡയറക്ഷനിലാണ്. അപ്പൊ തീറ്റ എന്ത് വരും? തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി എന്ന് വരും. തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി എന്ന് വരും. അപ്പൊ എന്ത് വരും? കോസ് 0 എന്ന് വരും. കോസ് 0 എന്ന് വരും. മനസ്സിലാവുന്നുണ്ടാ? AB എന്ന് പറയുന്ന പോർഷനില് മാഗ്നറ്റിക് ഫീൽഡും ലെങ്ത്തും ഒരേ ഡയറക്ഷനിലാണ്. സോ ആംഗിൾ ബിറ്റ്വീൻ ദം വിൽ ബി ഈക്വൽ ടു 0 ഡിഗ്രി. സോ ഇത് 0 ഡിഗ്രി ആണെന്ന് മനസ്സിലായി. പ്ലസ് അടുത്തത് A to B നോക്കി. അടുത്തത് B to C B dl. B to C കൺസിഡർ ചെയ്യാം. ലെങ്ത് എങ്ങോട്ടാണ്? മേലോട്ടാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ്. സോ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആണ്. ആംഗിൾ 90 ഡിഗ്രി ആണ്. സോ കോസ് 90 എന്ന് എഴുതാം. കോസ് 90 പ്ലസ് അടുത്തത് ഇന്റഗ്രൽ C to D B dl cos. ഈ C to D എടുത്താൽ എന്താ പ്രത്യേകത? അതും ഇതുപോലെ തന്നെ A to B പോലെ തന്നെയാണ്. ലെങ്ത്തും മാഗ്നറ്റിക് ഫീൽഡും പാരലൽ ആണ്. ലെങ്ത്തും മാഗ്നറ്റിക് ഫീൽഡും പാരലൽ ആവുമ്പോൾ എന്താണ് പ്രത്യേകത? ആംഗിൾ എത്രയായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. പ്ലസ് D to A B dl cos 90. എങ്ങനെയാണ് cos 90 വന്നത്? ഇവിടെ ലെങ്ത് ഇങ്ങനെയാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്, രണ്ടും പെർപെൻഡിക്കുലർ ആണ്. സോ cos 90 എന്നാണ് നമ്മൾ എഴുതാം. ഓക്കെ, ഇതുവരെ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ദെൻ cos 90 വാല്യൂ എത്രയാണ്? cos 90 will be equal to 0. cos 90 എത്രയാണ്? 0 ആണ്. സോ നമുക്ക് ഈ ടേമും എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. കാരണം എന്താണ്? രണ്ടും cos 90 ആണ്. cos 90 എന്താണ്? 0 ആണ്. സോ അത് മനസ്സിലായി വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം, C to D എടുക്കുകയാണ്. ഇത് ആ സോളിനോയിഡിന്റെ പുറത്തുള്ള ഒരു പോർഷൻ ആണ്. C to D എന്ന് പറയുന്നത്. സോ ഒരു സോളിനോയിഡിന് പുറത്തുകൂടെ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യോ? ഒരിക്കലും ഫ്ലോ ചെയ്യില്ല. സോളിനോയിഡിലൂടെ പാസ് ചെയ്യത്തുള്ളൂ. സോ ഇങ്ങനെ ഒരു പോയിന്റിലൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യോ? ഇല്ല. സോ നമുക്ക് C to D കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ C to D കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്യുന്നു. സോ ബാക്കി നമുക്ക് എന്താ ഉള്ളൂ? A to B മാത്രമേ ഉള്ളൂ. സോ അത് ഞാൻ ഇവിടെ മുകളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. A to B മാത്രമേ ഉള്ളൂ. അത് ഞാൻ മുകളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അതായത് ഇന്റഗ്രൽ ഓഫ് B dot dl ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് A to B B dl cos 0. ഇന്റഗ്രൽ ഓഫ് A to B B dl cos 0 എന്ന് വരും. cos 0 എത്രയാണ്? cos 90 0 ആണെന്ന് അറിയാം. cos 0 എത്രയാണ്? 1 ആണ്. cos 0 1 ആണ്. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. B dl cos 0. സോ എന്ത് വരും? B dl cos 0 1 അല്ലേ? സോ ആ ഒരു ടേമിനെ നമുക്ക് ഒഴിവാക്കാം. കാരണം 1 വെച്ചിട്ടല്ല നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുന്നത്. സോ ആ ടേമിനെ ഒഴിവാക്കാം. ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് A to B B dl എന്ന് വരും. ഇന്റഗ്രൽ ഓഫ് A to B B dl അക്കോർഡിംഗ് ടു ആംപിയർ സർക്യൂട്ടൽ തിയറം. ഇതാണ് നമ്മുടെ LHS. RHS എന്താണ്? RHS എല്ലാവർക്കും അറിയാലോ. ഇന്റഗ്രൽ ഓഫ് A to B B dl equal to mu 0 I.
ഇന്റഗ്രൽ ഓഫ് എ ടു ബി ബി ഡി എൽ ഈക്വൽ ടു മ്യൂ 0 ഐ. സോ നമുക്ക് ബി കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ഏതിന് ഇന്റഗ്രേറ്റ് ചെയ്യാം? ഡി എല്ലിനെ എ ബി വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഡി എല്ലിനെ എ ബി വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇതാണ് ഡി എൽ എന്ന് പറയുന്നത്. ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്താണ്? എൽ ആണ്. ടോട്ടൽ ലെങ്ത് എൽ ആണ്. സോ എ ബിനെ അതായത് ഡി എല്ലിനെ എ ബി വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഓവറോൾ ലെങ്ത് കിട്ടും. ഓവറോൾ ലെങ്ത് എത്രയാണ്? എൽ ആയിരിക്കും ട്ടോ. അത് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. മ്യൂ 0 ഐ. സോ ബി ഇൻറ്റു എൽ ഈക്വൽ ടു മ്യൂ 0 ഐ. ഐ എന്ന് പറഞ്ഞാൽ കറണ്ട് ആണ്. ഇവിടെ നമുക്ക് എത്ര ലൂപ്പുകൾ ഉണ്ട്? n നമ്പർ ഓഫ് ലൂപ്പുകൾ ഉണ്ട്. ഇഷ്ടം പോലെ ലൂപ്പുകൾ ഉണ്ടല്ലോ. ഒരെണ്ണം മാത്രമാണോ? അല്ല. അപ്പൊ നമുക്ക് എല്ലാത്തിനെയും കൺസിഡർ ചെയ്യണ്ടേ? എല്ലാത്തിനെയും കൺസിഡർ ചെയ്യാം. സോ എൻ ഐ എന്ന് വേണമെങ്കിൽ എഴുതാം. ഐക്ക് പകരം എൻ ഐ എന്ന് എഴുതാം. കാരണം എൻ എന്ന് വെച്ചാൽ എന്താണ്? എൻ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ടേൺസ് ആണ്. ആ സോളിനോയിഡിലുള്ള നമ്പർ ഓഫ് ടേൺസിനെയാണ് നമ്മൾ എന്ത് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്? എൻ മീൻസ് നമ്പർ ഓഫ് ടേൺസ്. എൻ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ടേൺസ്. ക്യാപിറ്റൽ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ടേൺസ് ആണ്. സോ നമുക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൂടി ചെയ്യാനുണ്ട്. ബി എൽ ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു ക്യാപിറ്റൽ എൻ അല്ല എഴുതിയിരിക്കുന്നത്. ക്യാപിറ്റൽ എന്നിന്റെ സ്മോൾ എന്നിന്റെ ടേമിൽ നമുക്ക് എഴുതാം. അതായത് സ്മോൾ എൻ ഈക്വൽ ടു ക്യാപിറ്റൽ എൻ ഡിവൈഡഡ് ബൈ എൽ ആണ്. എന്താണ് സ്മോൾ എൻ? അത് നിങ്ങൾക്ക് അറിയണം. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് സ്മോൾ എൻ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആണ്. സോ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ലെങ്ത് ആണ്. സോ ഇങ്ങനെ പോയാൽ ക്യാപിറ്റൽ എന്നിന് പകരം നമുക്ക് എന്ത് എഴുതാം? സ്മോൾ എൻ ഇൻറ്റു എൽ എന്ന് എഴുതാം. ക്യാപിറ്റൽ എന്നിന് പകരം സ്മോൾ എൻ ഇൻറ്റു എൽ എന്ന് നമുക്ക് എഴുതാം. മനസ്സിലാവുന്നുണ്ടോ? ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്താണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ബി എൽ ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു ഇവിടെ എൻ ഐ തന്നെ എഴുതുന്നുണ്ട്. മ്യൂ 0 ഇൻറ്റു എന്നിന് പകരം എന്ത് എഴുതാം? സ്മോൾ എൻ എൽ ഇൻറ്റു ഐ എന്ന് എഴുതാം. സ്മോൾ എൻ എൽ ഇൻറ്റു ഐ എന്ന് എഴുതാം. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ക്യാപിറ്റൽ എന്നിന് പകരമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? സ്മോൾ എൻ ഇൻറ്റു എൽ എന്ന് എഴുതിയിരിക്കുന്നത്. സ്മോൾ എൻ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആണ്. എൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ആണ്. ക്ലിയർ അല്ലേ? സോ ഇതുവരെ മനസ്സിലായി വിചാരിക്കുന്നു. ഞാൻ മുകളിലത്തെ ഇക്വേഷൻ വായിച്ചിട്ട് നിങ്ങളുടെ ഫൈനൽ ഇക്വേഷൻ എഴുതി തരാം. ദാറ്റ് മീൻസ് ബി ഈക്വൽ ടു എല്ലിനെ എല്ലാം ഇപ്പോഴത്തെ സൈഡിൽ കൊണ്ടുവരാം. സോ മ്യൂ 0 എൻ ഐ മ്യൂ 0 n l i ഡിവൈഡഡ് ബൈ എൽ എന്ന് വരും. മ്യൂ 0 n l i ഡിവൈഡഡ് ബൈ എൽ എന്ന് വരും. ഈ എല്ലും ഈ എല്ലും ക്യാൻസൽ ചെയ്യാലോ? ക്യാൻസൽ ചെയ്യാം. therefore b equal to മ്യൂ 0 n i എന്ന് വരും. b equal to മ്യൂ 0 n i എന്ന് വരും. ഇതാണ് ഒരു സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഫൈനൽ ഇക്വേഷൻ. ഇതിനൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇത് സോളിനോയിഡിന്റെ ഓവറോൾ കൺസിഡർ ചെയ്യുമ്പോഴാണ്. സപ്പോസ് നിങ്ങൾ സോളിനോയിഡിന്റെ ഒരു ഫേസ് മാത്രം അല്ലെങ്കിൽ വൺ എൻഡ് കൺസിഡർ ചെയ്യാണ്, ഒരു എൻഡ് മാത്രം കൺസിഡർ ചെയ്യാന്ന് വെക്കുക. ഒരു എൻഡ് ഓഫ് ദ സോളിനോയിഡ് ആണെന്ന് വെച്ചാൽ മ്യൂ 0 n i ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും ഇക്വേഷൻ. മാറിപ്പോരുത്. ഇത് ഓവറോൾ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്യുമ്പോഴാണ് മ്യൂ 0 n i വരിക. നിങ്ങൾ സപ്പോസ് ഒരു എൻഡ് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബി എൻഡ് അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പെർട്ടിക്കുലർ എൻഡ് വിൽ ബി ഈക്വൽ ടു മ്യൂ 0 n i ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ബേസ് ചെയ്ത പ്രോബ്ലംസ് പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. സോ വൃത്തിയായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിക്കുക. ഓക്കെ. ഈ ചാപ്റ്ററിലെ അവസാനത്തെ ഫോക്കസ് പോയിന്റ് ക്വസ്റ്റ്യൻ അഥവാ നിങ്ങളുടെ ആംപിയർ സർക്യൂട്ടൽ തിയറത്തിന്റെ അവസാനത്തെ അപ്ലിക്കേഷൻ ആണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ടോറോയിഡ്. എന്താണ് ടോറോയിഡ്? നമ്മുടെ സോളിനോയിഡ് തന്നെ ഒരു വട്ടം പോലെ ചുറ്റി വെച്ചാൽ ഉണ്ടാകുന്ന സാധനമാണ് ടോറോയിഡ് എന്ന് പറയുക. എന്റെ ചിത്രം കുറച്ച് ബോറായിരിക്കും, പക്ഷെ ഇതാണ് ഇതിന്റെ പ്രോപ്പർ ഡയഗ്രാംസ് ഒക്കെ ഇതിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും. കൺസെപ്റ്റ് മാത്രം വൃത്തിയായിട്ട് മനസ്സിലാക്കി പഠിക്കുക. സോ ഇതാണ് നമ്മുടെ ടോറോയിഡ് എന്ന് പറയുക. സോളിനോയിഡിനെ സ്പ്രിങ്ങിനെ നമ്മൾ വട്ടത്തിൽ ചുറ്റിയാൽ എങ്ങനെ ഉണ്ടാവും, അതാണ് ടോറോയിഡ് എന്ന് പറയുക. ഈ ടോറോയിഡിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ആണ് ഐ എന്ന് പറയുന്നത്. ഈ ടോറോയിഡിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ആണ് ഐ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം, ഇതിന്റെ പുറത്തും ഇൻസൈഡും ഔട്ട്സൈഡും എന്ത് സീറോ ആയിരിക്കും? ഈ പറയുന്ന കറണ്ട് സീറോ ആയിരിക്കും. ഇൻസൈഡും ഔട്ട്സൈഡും കറണ്ട് സീറോ ആയിരിക്കും. കാരണം അതിനകത്ത് മാത്രമേ കറണ്ട് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അതിനകത്ത് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അതായത് ഈ ടോറോയിഡിനകത്ത് മാത്രം നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്താൽ മതി. അതായത് ടോറോയിഡിനകത്ത് മീൻസ് ഈ ലൂപ്പിനകത്ത്, ഈ പറയുന്ന ലൂപ്പിനകത്ത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ലൂപ്പിന്റെ പുറത്തും ലൂപ്പിന്റെ ഉള്ളിലും സീറോ ആയിരിക്കും. ലൂപ്പിന്റെ ഉള്ളിലും മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ലൂപ്പിനകത്തൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. സോ നമുക്കറിയാം ആംപിയർ സർക്യുലർ തിയറം അനുസരിച്ച് ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ 0 i ആണ്. ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ 0 i ആണ്. ബിയെ നമ്മൾ പുറത്തെടുക്കുന്നു.
ഇന്റഗ്രൽ ഓഫ് ഡി എൽ ഈക്വൽ ടു മ്യൂ 0 I. ഡി എൽ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇവിടെയും അതുപോലെ തന്നെ എന്താണ്, സർക്കുലർ ആണ്. സർക്കുലർ ആവുമ്പോൾ ഡി എൽ ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് എന്ത് വരും, പെരിമീറ്റർ വരും. ഇവിടെയും പെരിമീറ്റർ എടുക്കുമ്പോൾ റേഡിയസ് r തന്നെ ആയിട്ടാണ് എടുക്കുക. സോ ബി ഇൻറ്റു 2πr ഈക്വൽ ടു മ്യൂ 0 I. ഐക്ക് പകരം ഞാൻ മുൻപിൽ എന്തെടുത്തു, ni എന്നെടുത്തു. ഐക്ക് പകരം ni എന്നെടുത്തു. കാരണം എന്താണ്, n നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, ഇവിടെയും n നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. സോ ഐക്ക് പകരം ni എന്ന് എടുക്കാം. പക്ഷെ പ്രീവിയസ് വൺ നമ്മൾ സോളിനോയിഡ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എല്ലിന്റെ ടേമിൽ എഴുതി, എല്ലിന്റെ ടേമിൽ എഴുതി. ഇവിടെ നമ്മൾ എല്ലിന്റെ ടേമിൽ എഴുതണോ, എഴുതണ്ട. കാരണം ആ സോളിനോയിഡ് കൺസിഡർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡും എല്ലിന്റെ ടേമിലായിരുന്നു. ഇവിടെ ലെഫ്റ്റ് സൈഡ് എല്ലിന്റെ ടേമിലാണോ, അല്ല. സോ ദർ ഈസ് നോ നീഡ് ടു റൈറ്റ് ദ റൈറ്റ് സൈഡ് ഓർ നോ നീഡ് ടു റൈറ്റ് ദ കറന്റ് ഇൻ ദ ഫോം ഓഫ് L, സ്മോൾ ലെറ്റർ L. അതായത് ലെങ്ത്തിന്റെ ടേമിൽ കറണ്ടിനെ എഴുതേണ്ട ആവശ്യമില്ല. ഈ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസിനെ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആക്കി എഴുതേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇത് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ മ്യൂ 0 ni എഴുതാം. സോ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ ബി എന്ത് വരും, ബി ഈക്വൽ ടു മ്യൂ 0 ni ഡിവൈഡഡ് ബൈ 2πr എന്ന് വരും. ബി ഈക്വൽ ടു മ്യൂ 0 ni ഡിവൈഡഡ് ബൈ 2πr എന്ന് വരും. വളരെ സിമ്പിൾ ആണ് ടോറോയിഡിന്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് ആംപിയർ സർക്യൂട്ടൽ തിയറം എടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡി എൽ 2πr ആണെന്ന് എഴുതുക. ഐക്ക് പകരം n നമ്പർ ഓഫ് ടേൺസ് ഉള്ള കാരണം ni എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുക. ബി ഈക്വൽ ടു മ്യൂ 0 ni ഡിവൈഡഡ് ബൈ 2πr. ഇതോടുകൂടി നമ്മുടെ 4th ചാപ്റ്ററിലുള്ള എല്ലാ ഫോക്കസ് പോയിന്റ് ക്വസ്റ്റ്യൻസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ വൃത്തിയായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിൽ ഇടാം. അല്ലെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിലൂടെ കോൺടാക്ട് ചെയ്താൽ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യിപ്പിക്കാം. റാപ്പിഡ് കോഴ്സിൽ ജോയിൻ ചെയ്യേണ്ട ആൾക്കാർക്ക് അതിനും ഞാൻ നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അവർക്കും റാപ്പിഡ് കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.